പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനെ, പരിശുദ്ധനെ, പരിശുദ്ധനെ. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹമേറിയ ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നല്ല സന്ദർഭം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഈ മരുഭൂമി യാത്രയിൽ നമുക്കൊരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ മരണം അനേകരെ മുറിച്ചു കളഞ്ഞ സന്ദർഭമായിരുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. അത് മാത്രമല്ല, ഹോസ്പിറ്റലുകളിൽ, വീടുകളിലൊക്കെയായി ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലുമൊക്കെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവമായ കർത്താവ് നാം ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊക്കെയും നോക്കുമ്പോൾ നാം എങ്ങനെ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ ആകും എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കറിയാം, ഒരു ചെറിയ കൊറോണ വൈറസ് ലോകത്തിലേക്ക് വന്നപ്പോൾ ലോകത്തെ ഒന്ന് വിറപ്പിച്ചില്ലേ? അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മെഡിക്കൽ സയൻസ് പോലും പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെക്കൂടെ നടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ജനങ്ങൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം ചെയ്ത ചെറുതും വലുതുമായ സർവ്വ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വെന്റിലേറ്ററിലായിരിക്കുന്നവർ, ICUലായിരിക്കുന്നവർ ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു പാട്ടാവാം, നമ്മുടെ ഒരു പ്രാർത്ഥനയാവാം, നമ്മുടെ ഒരു മെസ്സേജ് ആകാം പ്രിയപ്പെട്ടവരെ. അവരെ ഒരു സമാധാനത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്കൊരാശ്വാസം പകരുവാൻ അത് മതിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ, സഹായിക്കട്ടെ. മരണത്തിൽ നിന്ന് ദൈവം എല്ലാവരെയും വിടുവിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പ്രിയപ്പെട്ടവരെ, ഒരു തമിഴ് ഗാനം ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷമായി നമുക്ക് വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടന്നു പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരിൻ രക്ഷകരുമാകിയ இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாக இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைங்களே, நமக்கு கிடைக்கிறதான நேரங்கள் அனைத்தையும் கர்த்தரை துதிக்கும்படியாக, தேவனை மகிமைப்படுத்தும்படியாக, ஹல்லேலூயா, கர்த்தருடைய சமூகத்தில் நம்மை அர்ப்பணிக்கலாமா? கர்த்தர் நல்லவர். 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியே நான் வாசம் பண்ணுவேன் என்று சொன்னவர் அவர் சொன்னால் ஆகும். பிரைஸ் தி லார்ட், ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, ஆனபடினாலே நம்ம இந்த நேரங்களில் பிரைஸ் தி லார்ட், கர்த்தர் அநேகர் வேதனையோடு, துக்கத்தோடு, பாரத்தோடு கூட இருக்கிறதான நேரங்களில் அவங்களுக்காக ஹல்லேலூயா, அவருடைய சமாதானத்திற்காக கர்த்தருடைய பிள்ளைங்களே நம்ம ஜெபிக்கலாமா? நம்மே ஒன்று அர்ப்பணிக்கலாமா? இந்தியா தேசத்திற்காக நம்ம ஜெபிக்கலாமா? இந்தியா தேசத்தின் அதிகாரிகளுக்காக நம்ம ஜெபிக்கலாமா? அது மட்டுமா? ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, என்னுடைய ரிசல்ட் என்னவாகும், எனக்கு என்ன வரப்போகிறது என்று சொல்லி எத்தனையோ வேதனையோடு இருக்கிறார்கள். அவங்களுக்காக, அவங்களுடைய சமாதானத்திற்காக நம்ம ஜெபிக்கலாமே? கர்த்தருடைய பிள்ளைங்களை ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக கர்த்தர் ஹல்லேலூயா நம்ம மத்தியே அவர் வாசம் பண்ணி கொண்டிருக்கிறார். பிரைஸ் தி லார்ட், ஹல்லேலூயா. ஆம் கர்த்தருடைய பிள்ளைங்களே, இன்றைய தினம் ஒரு தமிழ் பாடலை ஒன்று பாட நான் இருக்கிறேன். ஹல்லேலூயா. நீங்கள் இருக்கிறதான இடத்தில் இருந்து கொண்டு தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். கர்த்தர்
நல்லவர். Praise the Lord. அனாதையாய் அலைந்து நான் திரிந்த வேளையில் ஆதரவு தந்தனக்கு வாழ்வு கொடுத்தீர். அனாதையாய் அலைந்து நான் திரிந்த வேளையில் ஆதரவு தந்தனக்கு வாழ்வு கொடுத்தீர். உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி தந்தீரையா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி தந்தீரையா. வாக்குத்தத்தம் யாவையும் நிறைவேற்றி நீர் வாக்குமாறா தேவனாய் கூட இருந்தீர். வாக்குத்தத்தம் யாவையும் நிறைவேற்றி நீர் வாக்குமாறா தேவனாய் கூட இருந்தீர். உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி தந்தீரையா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி தந்தீரையா. மன அழுத்தம் யாவையும் மாற்றிவிட்டீர். அழாதே என்று சொல்லி அரவணைத்தீர். மன அழுத்தம் யாவையும் மாற்றிவிட்டீர். அழாதே என்று சொல்லி அரவணைத்தீர். உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி தந்தீரையா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி தந்தீரையா. உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. நம்ம കേൾക്കലാമാ കർത്താവിൻ്റെ സമുഖത്തിൽ കർത്താവിനോട് നമുക്ക് പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, അങ്ങയെ മറക്കുവാൻ ഒരു നാളും എനിക്കിട വരരുതേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമുക്ക് കർത്താവിനോട് പറയാം, അപ്പാ, അങ്ങയെ മറന്നുള്ളൊരു ജീവിതം എനിക്ക് വേണ്ടപ്പ. അങ്ങയെ ഒരു നാളും ഞാൻ മറന്നു പോകരുതപ്പ. അങ്ങനെക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് ഞാൻ ഓരോ നിമിഷങ്ങളും അങ്ങയ്ക്ക് ഞാൻ നന്ദി കരയറ്റുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? ദൈവത്തോട് നമുക്ക് ചോദിച്ചുകൂടെ? உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. உம்மை மறக்க முடியுமா ஏசப்பா? உம்மை மறக்காமல் இருக்க வரம் தாங்கப்பா. என் விருப்பங்கள் வேண்டுதலெல்லாம்
நிறைவேற்றி தந்தீரையா. என் விருப்பங்கள் வேண்டுதலெல்லாம் நிறைவேற்றி തന്തീരയ്യാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, ഒരു നാളും ഞാൻ അങ്ങയെ മറന്നു പോകരുത്. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ നായകനായി, നാഥനായി എന്നോട് കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരായി കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയ വേളയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. കർത്താവേ, സ്തോത്രം. വചനം കേൾക്കുവാൻ അങ്ങയുടെ മക്കളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പാ, ഇന്നത്തെ വചനം അതെ എല്ലാവരുടെയും ഹൃദയത്തിൽ അത് പ്രയോജനമായി മാറട്ടെ, അനേകർക്ക് ആശ്വാസമായി മാറട്ടെ, അനേകർക്ക് സമാധാനമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കും. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയണമേ കർത്താവേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനം സംസാരിക്കുവാൻ അങ്ങയുടെ കൃപ അടിയനോട് കൂടെ ഉണ്ടാവണമെന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അടിയന്റെ ശബ്ദം കേൾക്കുവാനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടണമേ എന്നോർത്തു പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അൽഫയും ഒമേഗയുമായവനും ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തനുമായ സർവ്വവല്ലഭനായ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം എൻ്റെ മക്കൾക്ക് ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. സകല നന്മകളാൽ അപ്പച്ചൻ നിറയ്ക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോസ് ഫാമിലിയിലുള്ള എല്ലാ അഡ്മിന്മാർക്കും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് കർത്താവിൽ ബഹുമാന്യ ശ്രേഷ്ഠ ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. വചനം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കെല്ലാവർക്കും ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ജീവനുള്ള വാർത്തകൾ, ജീവനുള്ള വചനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമക്കളെ, അതെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് കൊണ്ടമിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രധാനം, അതായത് ഒന്നാമത്തെ ശിഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അധികം യേശുവിനെ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് പത്രോസ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു സ്നേഹിച്ചിരുന്നത് യോഹന്നാനെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഇവിടെ പത്രോസിനെ കുറിച്ച് നാം ആഴമായി ചിന്തിക്കുമ്പോൾ പത്രോസ് യേശുവിൻ്റെ ആജ്ഞകൾ അപ്പാടെ അനുസരിക്കുമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, യേശു കർത്താവ് കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോൾ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നോടുകൂടെ മരിപ്പാനും നിന്നോടുകൂടെ തടവിലാക്കുവാനും ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പത്രോസിന് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. സാധാരണക്കാരുടെ മുൻപിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ എനിക്കൊരു മറ്റൊരു ചിന്ത എന്നിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാണ്. ദൈവമക്കളെ, അനേകർ ഇന്നേക്ക് നന്മകളുടെ പിന്നിലാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ആരും കടന്നു വരാറില്ല. എവിടെ എങ്ങനെ നന്മകൾ ലഭിക്കുന്നു അവിടേക്കാണ് ഇന്നേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിസാര പ്രശ്നങ്ങൾ മതിയാകും യേശുവിനെ തള്ളിപ്പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭൗതിക നന്മകളുടെ പുറകിൽ പോകുന്ന അനേകർ യേശുവിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം, ഇവിടെ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയാണ് പത്രോസിന് ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 22
22-ന്റെ 61-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 61-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതീവ ദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കേവർക്കും സുപരിചിതമാണ്. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് പരിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയും. പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യാഗമാകും എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുൾ പത്രോസിന് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസ് 22-ന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനാ കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ് ആണിത്തരമായി ഉറച്ചുകൊണ്ട് പറയുക. കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും നിന്നോടുകൂടെ മരിപ്പാനും ഞാൻ ഒരുക്കമുള്ളവനാ. ഞാൻ ഒരിക്കലും അങ്ങേ തള്ളിപ്പറയുകയില്ല എന്നാ പത്രോസ് പറഞ്ഞത്. പക്ഷേ പത്രോസ് 3 വട്ടം യേശുവിനെ തള്ളിപ്പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുന്നു, ശീമോനെ, ശീമോനെ, ഗോതമ്പ് പാറ്റേണ്ടുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, ഗോതമ്പ് പാറ്റേണ്ടുന്നത് പോലെ നിന്നെ, അതായത് കൽപ്പന ചോദിച്ചു. എന്താണെന്നറിയാമോ? ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാണ് ഇവിടെ വചനത്തിൽ നാം വായിക്കുന്നത്. ദൈവമക്കളെ, കർത്താവിനോടുകൂടെ തടവിലാകുവാനും കർത്താവിനോടുകൂടെ മരിപ്പാനും പത്രോസ് റെഡിയായി എന്നാണ്, അല്ലെങ്കിൽ ഞാൻ തയ്യാറാണെന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്. അനേകരും ഇങ്ങനെ യേശുവിൻ്റെ കൂടെയാണെന്ന് പറയും, പക്ഷേ സമയമാകുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ, യേശുവേ, നിനക്ക് കണ്ണില്ലേ, നീ കാണുന്നില്ലേ, നീ എൻ്റെ ദുഃഖമൊന്നും നീ കാണുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലല്ലോ, ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്, പലരും പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ലൂക്കോസ് 22-ന്റെ 46 വായിക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നാം വായിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്നത് എന്താ? നമുക്കിതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നതാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. യേശു കൂടെ പറഞ്ഞത് വിയർപ്പ് നിലത്തെ ചോരതുള്ളി പോലെ വീഴ്ത്തി പ്രാണവേദനയായി കണ്ണീരോടെ യേശു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം യേശുവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിലും പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോഴും യേശു കർത്താവ് തനിയെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സമയം ശിഷ്യന്മാരെന്താ ചെയ്യുന്നറിയാമോ? അവർ ഉറങ്ങുന്നതായി കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ഉറങ്ങുന്നതായി കണ്ടു. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്കറിയാം, ഗെത്സമന തോട്ടത്തിൽ യേശു ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ കണ്ടത് എന്താണെന്ന് അറിയാമോ? ശിഷ്യന്മാർ ഉറങ്ങുന്നതായി കണ്ടു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവമക്കളെ. ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് കർത്താവ് അവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നവരെ ആഹ്വാനം ചെയ്ത് ഉണർത്തിയതിന് ശേഷമായി കർത്താവ് രണ്ടാമത് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് തിരികെ വരുമ്പോൾ കണ്ടത് എന്താണെന്ന് അറിയാമോ? ശിഷ്യന്മാർ വീണ്ടും ഉറങ്ങുന്നു. അവരുടെ കണ്ണിന് ഭാരം കൂടി ഉറക്കമുണ്ടായി, അവർ ഉറങ്ങി. എന്നാൽ രണ്ടാമതും കർത്താവ് ഇത് കണ്ടപ്പോൾ അതീവ ദുഃഖത്തോടെ കർത്താവ് അവരോട് പറയുകയാണ്, മനുഷ്യപുത്രന്റെ നാഴിക വന്നു, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രന്റെ നാഴിക വന്നു, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. ഈ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടായിട്ടൊരു കാര്യം പറയട്ടെ. ഉറങ്ങിയാൽ
എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നത്. മറന്നു പോകരുത്. ഉറങ്ങിയാൽ ജീവിതം പരാജയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8:28 നാം കാണുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം കർത്താവിനോട് എന്ത് ചോദിക്കുന്നുവോ അത് നമ്മുടെ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഉറങ്ങിയാൽ നിങ്ങളുടെ ജീവിതം പരാജയത്തിലെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറങ്ങിയാൽ പരാജയം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് സാത്താനാൽ നീ വഞ്ചിക്കപ്പെടുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എപ്പോൾ നിന്നെ സാത്താന്റെ വലയിലേക്ക് അകപ്പെടുത്താമെന്ന് അവൻ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. സാത്താൻ അവൻ നിന്നെ ചുറ്റി വരികയാ. നീ അവൻ്റെ കണ്ണിൽ നിന്ന് നിനക്ക് മാറിപ്പോൻ കഴിയില്ല. അവൻ നിന്നെ ഫോളോ ചെയ്യുക. നീ എവിടെ, നീ എന്താണ് ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തി എന്താണ്, ഇതൊക്കെയും പിശാചാണവൻ നിന്നെ നോട്ട് ചെയ്ത് വരിക. പ്രിയപ്പെട്ടവരെ, നീ എവിടെ ഉറങ്ങുന്നുവോ, ഉറങ്ങുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകലപ്പെടും. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. നീ ഉറങ്ങിയാൽ ദൈവത്തിന്റെ സന്നിധി വിട്ട് നീ മാറിപ്പോകും, നീ അകന്നു പോകും. അപ്പോഴാണ് പിശാചിനാൽ നീ വഞ്ചിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ യേശു കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട എന്താണെന്ന് അറിയാമോ? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എത്ര പേർക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള വരമുണ്ട്? ദൈവമക്കളെ, ഒരാമേൻ പറയാമോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമങ്ങളിൽ ദർശനങ്ങൾ കാണുന്നവർക്ക് ഒരു ആമേൻ പറയാൻ കഴിയുമോ? രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇങ്ങനെ ആത്മീക ദർശനം കാഴ്ചപ്പാടുമുണ്ട്? പിന്നെന്തിന്റെ സുവിശേഷമാ? ഇതുകൂടെ ഇല്ലെങ്കിൽ പിന്നെന്താ സുവിശേഷം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം എനിക്ക് പറയുവാൻ കഴിയും. ഞങ്ങൾ 6 മക്കൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, ഞങ്ങളുടെ ഡാഡി ഒരു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രിയുടെ യാമത്തിൽ പ്രിയപ്പെട്ട പിതാവ് കാണുന്ന ദർശനങ്ങളോ, സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്ന പ്രസംഗമോ, അന്യഭാഷകളോ എന്തെങ്കിലും ആകട്ടെ, അത് ഞങ്ങൾ കേൾക്കുമ്പോൾ ഓരോ റൂമുകളിലും കിടക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ചെഴുന്നേൽക്കും. ഒരുമിച്ച് ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് രാത്രി 1 മണിന്നോ 2 മണിന്നോ 3 മണിന്നോ ഒന്നും വ്യത്യാസമില്ല. പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾക്ക് സമയമൊന്നുമില്ല, സമയപരിധിയൊന്നും ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. കർത്താവ് ഏത് സമയം നമ്മളെ സന്ദർശിക്കുന്നുവോ, കർത്താവ് ഏത് സമയം ദർശനങ്ങളെ തരുന്നുവോ, കർത്താവ് ഏത് സമയം നമ്മളോട് ഇടപെടുന്നുവോ, ആ സമയം എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം ഉറങ്ങിയാൽ നമ്മുടെ ജീവിതം പരാജയത്തിലെത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ക്ഷീണം, ദുഃഖം, പ്രയാസം ഇതെല്ലാം യേശുവിനെ തള്ളിപ്പറയുവാൻ ഇടയാക്കും എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. രണ്ടാമതായിട്ടാ, പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരാജയത്തിന്റെ രണ്ടാമത്തെ പടി എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. താൻ യേശുവിനോട് ചേർന്ന് നടന്നില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് നാം കണ്ടത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ താൻ ഉറങ്ങിയത് കൊണ്ട് യേശുവിനെ തള്ളിപ്പറയുവാനായിട്ട് ഇടയായി തീർന്നു. രണ്ടാമതായിട്ട് പത്രോസിന്റെ ജീവിതത്തിലുള്ള പരാജയത്തിന്റെ കാരണം, പ്രൈസ് ദി ലോർഡ്, യേശുവിനോട് താൻ ചേർന്ന് നടന്നില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് താൻ ചേർന്ന് നടന്നില്ല എന്നതാ. ലൂക്കോസ് 22:54 വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസ് അകലം വിട്ട് പിൻചെന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശുവിനോട് കൂടെ ചേർന്ന് നടക്കേണ്ടുന്ന ശിഷ്യൻ, യേശുവിൻ്റെ കഷ്ടത്തിൽ കൂടെ ഇരിക്കേണ്ടുന്ന ശിഷ്യൻ എന്താ ചെയ്തെന്നറിയാമോ? യേശുവിനെ മഹാപുരോഹിതന്റെ അരികിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, താൻ അകലം വിട്ട് പിൻചെന്നു എന്നതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മരിപ്പാനും യേശുവിനോട് കൂടെ മരിപ്പാനും യേശുവിനോട് കൂടെ തടവിലാകുവാനും ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസ്
ഹല്ലേലൂയ. താൻ ഇപ്പോഴെന്താ ചെയ്തെന്നറിയാമോ? താൻ അകലം വിട്ട് പിൻചെന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറായിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ ഏറി വരുമ്പോൾ യേശുവിനെ താത്തു വെച്ചിട്ട്, അല്ലെങ്കിൽ യേശുവിനോടുള്ള ബന്ധം വിട്ടിട്ട് അവന്റെ വഴിക്ക് പോകുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശുവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ആർക്കും തന്നെ ഹല്ലേലൂയ അവരുടെ ജീവിതം തകർന്നു പോയിട്ടില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. യേശുവിനോട് ചേർന്ന് നടക്കുന്നുവോ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനോട് ചേർന്ന് നടന്ന ചില ഭക്തന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഹാനോക്കിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി: ഹാനോക്ക് എന്നൊരു വിശ്വാസി ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ കൂടവൻ പ്രേമം കൊണ്ടു നടന്നു. ഹാനോക്ക് എന്നൊരു വിശ്വാസി ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ കൂടവൻ പ്രേമം കൊണ്ടു നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രേമം കൊണ്ട് നടന്നവനായ ഹാനോക്കിനെ ദൈവം മരണക്കൂടാതെ എടുത്തുകൊള്ളപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. നോഹ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് നടന്നു, കർത്താവിൻ്റെ ആജ്ഞകൾ പാലിച്ചു. പക്ഷേ എന്താണ് നോഹയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്? നോഹയെ നീതിമാനായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന എന്താണെന്ന് അറിയാമോ? അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന ആ ഒരു പേരിന് അർഹനായി തീർന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇവിടെ പത്രോസ് യേശുവിനോട് ചേർന്ന് നടക്കേണ്ടുന്നവൻ ഇപ്പോൾ അകലം വിട്ട് പിൻചെന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ദൈവമക്കളെ, യേശുവിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ യേശുവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുക തന്നെ ചെയ്യണം. അതാണ് യേശുവിനോട് ചേർന്ന് നടക്കുക എന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര പേർ യേശുവിനോട് ചേർന്ന് നടക്കുന്നു? ധൈര്യസമേതം പറയുവാൻ കഴിയുമോ? ഒരാമേൻ പറയാമോ? ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെയാ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുകയാണെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് കർത്താവിനെ വിട്ട് അകലം ചെല്ലുന്നതായിട്ട്, പിൻചെന്ന് അകലം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പത്രോസ് അകന്ന് നടന്നു. ആകയാൽ എന്താ സംഭവിച്ചത്? പത്രോസ് യേശുവിനെ തള്ളി പറയുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അകലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ദൈവിക സ്നേഹം നഷ്ടപ്പെടും. ആ ദൈവിക ഭയം നമ്മളിൽ നിന്നൊക്കെ പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ടൊരു ബന്ധം നമുക്ക് ഇല്ലാതെയാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:5 വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: യേശുവിൽ വസിക്കണം. റോമാലേഖനം 6:3 വരുമ്പോൾ യേശുവിനോട് ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അതായത് ബാല്യകാലത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു ചരിത്രമുണ്ട്. ദൈവമക്കളെ, യേശു കർത്താവുമായിട്ട് അവർ ആലയത്തിലേക്ക് അപ്പ അമ്മ കടന്നു പോകുന്നു. എന്നാൽ അവർ കടന്നു പോയി അവിടുത്തെ ആ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ദൈവമക്കളെ, ഒരു ദിവസത്തോളം വഴിദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴാണ് ഈ അപ്പ അമ്മ രണ്ടുപേരും മകനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മകനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഓ യേശു എവിടെ?
യേശുവിനെ കാണുന്നില്ലല്ലോ, യേശു എവിടെയെന്ന ദൈവമക്കളെ നോക്കണമേ. ഹല്ലേലൂയ. അതുവരെയിലും അവർ യാത്രയിലായിരുന്നു. യേശുവിനെ അവർ തിരക്കിയില്ല, അന്വേഷിച്ചില്ല. എന്നാൽ ഒരു നാൾ മുഴുവനും അവർ യാത്ര ചെയ്ത് അതിനുശേഷമാണ് അവർ യേശുവിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നാൽ അവർ പിന്നെയും ആലയത്തിൽ കടന്നു വന്നപ്പോഴാണ് യേശു കർത്താവ് ഹല്ലേലൂയ വലിയ വലിയ ആൾക്കാരോട് ചേർന്നിരുന്ന ന്യായശാസ്ത്രിമാരോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഭാഗം അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്താണെന്നറിയാമോ? യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോടായി പറയട്ടെ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ശോധന ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ, അങ്ങ് എൻ്റെ കൂടെയാണോ? അങ്ങയുടെ സാന്നിധ്യം എനിക്കുണ്ടോ എന്ന് നിങ്ങൾ ഒരു ദിവസമെങ്കിലും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് കർത്താവിനോട് ചോദിക്കണം, യേശുവേ, അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുവേ, അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്നോടൊപ്പം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അപ്പ അമ്മയ്ക്ക് മനസ്സിലായി, യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്ക് മനസ്സിലായി, യേശു മക്കൾ അവരോട് കൂടെ ഇല്ലായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയാമോ? യേശുവിനോട് കൂടെ 3.5 വർഷക്കാലം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കണ്ടതാ പത്രോസ്. യേശു ചെയ്ത എല്ലാ വീര്യപ്രവൃത്തികളെയും കണ്ടതാ പത്രോസ്. പക്ഷെ എന്ത് സംഭവിച്ചു? യേശുവിൽ നിന്ന് അല്പവും അകന്നിരുന്നു, ഉറങ്ങി, പരാജയം സംഭവിച്ചു. ആ സമയം ഹല്ലേലൂയ പത്രോസ് യേശുവിനെ തള്ളി പറയുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പിന്നാലെ എന്നാൽ പ്രിയപ്പെട്ടവരെ, പലരും അങ്ങനെയാ, യേശുവിനെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന, യേശുവിൻ്റെ കൂടെയാണ്. പക്ഷേ അകലങ്ങളിലേക്കാ പോകുന്നെന്നുള്ളത് മറന്നു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടുകൂടെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസ് ഇപ്പോൾ യേശുവിനോടുകൂടെ ഇരിക്കേണ്ട സ്ഥലത്തു നിന്ന് മാറി എവിടെയായിരിക്കുന്ന അറിയാമോ? പരിഹസിക്കുന്ന ആ ജനങ്ങളുടെ നടുവിൽ പോയി ഇരുന്ന തീ കായുകയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ക്രൂശിക്കുവാൻ അവർ കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ കോടതിയിലേക്ക് വിസ്തരിക്കാൻ കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യേശു കർത്താവ് എത്രയോ അപമാനങ്ങൾ, എത്രയോ നിന്ദകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏറ്റുവാങ്ങുകയാ. ചാട്ടവാറ് കൊണ്ടുള്ള ഓരോ അടികളും കർത്താവ് ഏറ്റുവാങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ കർത്താവ് ഇപ്പോൾ ഓരോ അടികളും കർത്താവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവ പൈതലേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം കൂടെ ഇരുന്ന കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടുന്ന, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ കർത്താവിന്റെ കഷ്ടത്തിൽ പങ്കുചേരേണ്ടുന്ന പത്രോസ്, ഹല്ലേലൂയ, ഇവിടെ നിന്ദിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ആൾക്കാരുടെ നടുവിൽ പോയിരുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താനിപ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതോ ഒരു പെൺകുട്ടി വരുന്നു, ഇവനും അവന്റെ കൂടെ ഉള്ള ആള് തന്നെ എന്ന് പറയുമ്പോൾ പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? പത്രോസിന്റെ മറുപടി പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധേയമാണ്. പത്രോസ് പറയുന്നു, ഓ, എനിക്ക് അവനെ അറിയില്ല, ഞാൻ യേശുവിനെ കണ്ടിട്ട് പോലുമില്ല, അങ്ങനെ ഒരു വ്യക്തി എനിക്ക് അറിയില്ല. ആണയിടാനും പ്രാകുവാനും തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, നിന്ദയുടെ അപമാനങ്ങളുടെ നടുവിൽ നീ യേശുവിനെ തള്ളിപ്പറയരുതേ. യേശു കർത്താവിനെ നീ മുറുകെ പിടിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നാം ചെയ്യേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ പറയുക, എനിക്ക് യേശുവിനെ അറിയത്തേയില്ല, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിന്റെ ശബ്ദം കേട്ടിട്ടില്ല, യേശുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് അകന്നു മാറിയപ്പോൾ നിസ്സാരമായിട്ട് വാക്കുകൾ വെളി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇരിക്കേണ്ടെന്നിടത്ത് മാത്രമേ ഒരു ദൈവ പൈതൽ ഇരിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ മക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്
ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ പ്രത്യാശ. ഇങ്ങനെ തന്നെയാണ് നാം ജീവിക്കേണ്ടത്, നാം ആയിരിക്കേണ്ടുന്നത്. അത്യുന്നതന്റെ മറവിൽ ആയിരിക്കുന്നുവോ എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ശദ്രക്ക മേശക്ക അബേദ്നെഗോവിനോട് കൂടെ അഗ്നിയിൽ തീച്ചുളയിൽ നാലാമനായി നടകൊണ്ടവനായി ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കൊരു പൊള്ളൽ പോലും ഏൽക്കാതെ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സിംഹത്തിന്റെ ഗുഹയിലും ഹല്ലേലൂയ സിംഹത്തിന്റെ ഗുഹയിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേലിനെ ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം പ്രിയ ദൈവത്തിന്റെ ദാസനോടുകൂടെ ഉണ്ടായിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കിക്കൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് അവർക്ക് തുണയായി നിൽക്കും. പ്രിയരെ, യേശുവിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ചിലർക്ക് ഇന്നേക്ക് പലർക്കും പലരുടെ ജീവിതത്തിലും യേശുവിന്റെ കൂടെയാണെന്ന് പറയാൻ വലിയ അവമാനമാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ഭയങ്കര അപമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിനെ അറിയുന്നവരാ, അല്ലെങ്കിൽ ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാന്ന് പറയുവാൻ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടെന്ന് പറയാൻ എന്തൊരു സങ്കടമാ, എന്തൊരു ബുദ്ധിമുട്ടാ. ദൈവ പൈതലേ, നീ ഇത് അപമാനമായിട്ട് കാണരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി നീ നിന്ന സഹിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. ക്രിസ്തുവിന്റെ വചനവുമായി കടന്നു പോകുന്ന ഒരു വ്യക്തിയായി നീ മാറണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് യേശുവിന്റെ സത്യ സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മനം മാറി പത്രോസ് കടന്നു വരുന്ന ഒരു ചരിത്രമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ദൈവമക്കളെ, യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം 120 പേരുടെ ഒരു സംഘം മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അഗ്നിയായി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. അഗ്നി നാവുകൾ ഹല്ലേലൂയ അവർക്ക് പ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക ശക്തിയാൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭയത്തോടെ നടുങ്ങിക്കൊണ്ടിരുന്ന പത്രോസ്, ഹല്ലേലൂയ, അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോൾ പത്രോസ് അല്ല പിന്നെ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരോളം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതായി സഭയോട് ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതേ പത്രോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പിന്നീട് അങ്ങോട്ട് പത്രോസ്, ഹല്ലേലൂയ, തന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് താൻ ചെയ്തു തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, പത്രോസ് അവസാനം പറഞ്ഞെന്താണെന്ന് അറിയാമോ? എൻ്റെ ഗുരുനാഥന്റെ തല മുകളിലായി ക്രൂശിച്ചു എങ്കിൽ എൻ്റെ തല കീഴായി ക്രൂശിക്കണമേ എന്ന. ദൈവമക്കളെ, രക്തസാക്ഷിയായി മരിക്കുവാൻ കൂടെ പത്രോസ് തയ്യാറായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിത്യജീവൻ ഉറവിടമായ ഹല്ലേലൂയ കർത്താവിൻ്റെ വഴികളിൽ നാം സഞ്ചരിക്കുന്നുവോ എന്ന് ഈ നാളുകളായി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണമേ എന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ടുന്ന സമയം. ഹല്ലേലൂയ. ഉറങ്ങിത്തീർക്കരുത് ദൈവമക്കളെ. അല്പം കൂടെ ഉറങ്ങിയിട്ട് അല്പം ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചോളാം എന്നൊന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം പ്രൈസ് ദി ലോർഡ് അത് നഷ്ടമായി എന്ന് വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് നഷ്ടമായി എന്ന് വരാം. ദൈവ പൈതലേ, ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഉറങ്ങിയാൽ പരാജയമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിയാൽ പരാജയമാണ്. ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പേൻ. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പേൻ. ദൈവത്തോട് ചേർന്ന് നാം നടക്കണം. നമുക്ക് വായിച്ച വേദഭാഗത്തേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് കടന്നു വരാം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് ഉറങ്ങി. കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ ഇവിടെ ശിഷ്യന്മാർ ഉറങ്ങുന്ന
വന്നതായി കണ്ടു. അവരുടെ ജീവിതം പരാജയത്തിലെത്തി. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് കൂടെ ചേർന്ന് നടക്കേണ്ടുന്ന ശിഷ്യന്മാർ അവർ അകലം വിട്ട് പിൻചെന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശുവിനോട് കൂടി ഇരിക്കേണ്ടുന്നവർ പിന്നീട് അവരെ കാണുന്നത് എവിടെയാണെന്നറിയാമോ? പരിഹസിക്കപ്പെടുന്ന ജനങ്ങളുടെ നടുവിലാണ്. ഇന്നേക്ക് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. പിന്നീടാകട്ടെ ഇരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാളുകളായി കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇരിക്കാൻ പാടില്ലാത്തിടത്ത് ശത്രുവിന്റെ കൂടെ ഇരുന്നത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായി. പ്രൈസ് ദി ലോർഡ്. അവസാനം കർത്താവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. ദൈവമക്കളെ, ആകയാൽ ഇവിടെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് യഥാസ്ഥാനപ്പെട്ട് ഹല്ലേലൂയ താൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകത്താൽ നിറയുന്ന ഒരു പത്രോസിനെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. തന്റെ മരണവും രക്തസാക്ഷിയായി താൻ മരിക്കുകയായിരുന്നു ചെയ്യുന്നത്. ദൈവമക്കളെ, യേശുവിന്റെ വചനവുമായി കടന്നു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, യേശുവിനെ വിട്ടു പോകരുത്. യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് കർത്താവ് തന്ന കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുവാൻ സ്വർഗ്ഗത്തിലെ വലിയനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാം ആയിരിക്കുന്നത് വിശ്വാസത്തിന്റെ പടകിലാണ്, വിശ്വാസത്തിന്റെ ട്രാക്കിലാണ്. ദൈവമക്കളെ, കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആ ട്രാക്ക് വിട്ട് ആരും വെളിയെ പോകരുത്. ദൈവത്തിന്റെ വഴി വിട്ട് പോകരുത്. യേശുവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചുകൊണ്ട്, യേശുവിന് പ്രഥമ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട്, യേശു കർത്താവിന്റെ അരികിൽ നമുക്കായിരിക്കാൻ, യേശുവിനോട് ചേർന്നിരിക്കുവാൻ, യേശുവിനോട് ചേർന്ന് നടക്കുവാൻ സ്വർഗ്ഗത്തിലെ വലിയ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ വലിയനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അടിയങ്ങൾ കേട്ടതായി വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് വിശ്വസിക്കട്ടെ. നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടു കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഹല്ലേലൂയ എല്ലാവർക്കും സമാധാനവും ആശ്വാസമായി മാറട്ടെ. അപ്പോൾ വെന്റിലേറ്ററിലെ വൈസിലുമൊക്കെ ആയി കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തിനേൽപ്പിക്കരുതേ അപ്പ, വിടുതൽ കൊടുക്കണമേ അപ്പ, സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി കർത്താവ് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇത്രയും സമയം വചനം പറയുവാൻ, സംസാരിക്കുവാൻ അടിയനെ കർത്താവ് ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. സകലവിധ നന്മകളെയും കർത്താവ് തന്ന് ഞങ്ങളെ നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെവിടെ ഞരമ്പരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം വചനത്തിന് ആഴത്തിലിറങ്ങി നല്ല വചനത്തെ കേൾപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിന്മാർക്കും മറ്റ് മെമ്പേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായി പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സനിൽ ഫ്രം ഇടുക്കി, പ്രിയ കർത്തൃദാസൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് കൃത്യം 5 മണിക്ക് തന്നെ ഉണ്ട് എന്നത് ഞാൻ അറിയിക്കുന്നു. നിങ്ങളെയും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വചനം എത്ര കേട്ടാലും നമുക്ക് മതിവരികില്ല ദൈവമക്കളെ. ജീവനുള്ള വാർത്തകൾ അതേ നമ്മളെ അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. പ്രൈസ് ദി ലോർഡ്.